വിഷം കുത്തിയിറച്ച് വിട്ടിരിക്കുക കണക്ക് തീർക്കാൻ. കയ്യും കാലും പിടിച്ച് കെട്ടിയിടണം. ഇനി അതാ വേണ്ടത്. വേണ്ട, ആ കണക്ക് തീരാതെ കിടക്കണം എന്നും. അതിനിവൾ ഈ വിവാഹത്തിന് സമ്മതിക്കണം. സമ്മതിച്ചേ പറ്റൂ. മണ്ടത്തരമൊന്നും കാണിച്ചേക്കരുതേ. നെല്ലിപ്പറമ്പത്ത് നടന്നൊന്നും ശങ്കരമംഗലത്ത് പറയരുത്. അവിടെ ഭൂകമ്പം ഉണ്ടാവും. തൽക്കാലം അങ്ങ് സമ്മതിച്ചേക്ക്. സമ്മതിക്കാനോ? പിന്നെ അല്ലാതെ. എന്തായാലും 2 ചെക്കന്മാരെ ഒന്നിച്ചു കെട്ടാൻ പറ്റുമോ? അങ്ങനെ വരുമ്പോ സ്വന്തം കുഞ്ഞിന്റെ ജീവിതം തകരാതിരിക്കാൻ വേണ്ടി അവര് തമ്മിൽ ഒരു ധാരണയിലെത്തും. അങ്ങനെ ഈ കല്യാണത്തോടെ നെല്ലിപ്പറമ്പത്തുകാരും ശങ്കരമംഗലത്തുകാരും വീണ്ടും ഒന്നാകും. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? കൊള്ളാം. ഓരോ പുലിവാലേ. കൊറേ നേരമായല്ലോ. ആരോടായി സംസാരിക്കുന്നേ? മീനുക്കുട്ടിയോട്. പാവം പെങ്കൊച്ചിന്റെ ഒരു തലയിലെഴുത്ത്. നെല്ലിപ്പറമ്പത്തുകാരെ ഒരു ക്രിസ്ത്യാനി ചെക്കനെ കൊണ്ട് കെട്ടിക്കാൻ തീരുമാനിച്ചു. പെണ്ണ് സമ്മതിച്ചു. ഇപ്പതേ ശങ്കരമംഗലത്തുകാർ ഒരു ഹിന്ദു ചെക്കനെ കൊണ്ട് കെട്ടിക്കാൻ തീരുമാനിച്ചു. എന്ത് ചെയ്യാനാ? പെണ്ണ് ഇപ്പൊ ചെകുത്താന്റെയും കടലിന്റെ നടുവിലായി. അതും സമ്മതിച്ചോളാം ഞാൻ പറഞ്ഞു. എന്താ കുഴപ്പം? ബെസ്റ്റ് ഐഡിയ അല്ലേ? ചെകുത്താനും കടലിനിടയിലാവുന്നത് ഇപ്പൊ നിങ്ങളാ. 2 കല്യാണത്തിനും വാക്ക് കൊടുത്താ വീട്ടുകാര് കല്യാണം ഒരുക്കാൻ മുന്നോട്ട് പോയില്ലേ? ഒടുവിൽ കല്യാണ തീയതി എടുക്കുമ്പോ 2 വീട്ടുകാരും കാര്യം അറിയും. പിന്നെ എന്താ നടക്കാന്ന് വല്ല നിശ്ചയമുണ്ടോ? നിങ്ങൾ ഈ പറഞ്ഞ ഭൂകമ്പം അപ്പോഴാ ഉണ്ടാകാൻ പോകുന്നത്. ഒടുവിൽ പെണ്ണ് നിങ്ങളുടെ പേരും പറഞ്ഞ് പൊടിയും തട്ടി പോവും. പിന്നെ പറയണോ? തല കാണില്ല മനുഷ്യനെ. ഇതാണ് യഥാർത്ഥ ബുദ്ധി. പെൺബുദ്ധി പിൻബുദ്ധി എന്ന് ഏത് കഴിവേറിയാ പറഞ്ഞ? അവൻ എന്റെ കൈ കിട്ടിയിരുന്ന അവന്റെ നട്ടലിനെ ആസിഡ് ഒഴിച്ച്. ഹലോ, അബ്ദുള്ളയുടെ പണം. മീനുക്കുട്ടി, നിന്നെ ശാസിക്കാനോ ഉപദേശിക്കാനോ ഞങ്ങളില്ല. എന്നാലും പറഞ്ഞോട്ടെ, എന്തിനാ കുഞ്ഞെ ആ പാവത്തിനെ വേദനിപ്പിക്കുന്നത്? സ്വന്തം ജീവിതം നശിച്ചിട്ടും ഇക്കണ്ട കാലം അത്രയും അവൾ ജീവിച്ചത് നിനക്ക് വേണ്ടിയായിരുന്നു. ആശിച്ചതും നിന്റെ നന്മ മാത്രം. എന്നിട്ടിപ്പോ നീ എന്തും നിനക്ക് തീരുമാനിക്കാം. എതിർക്കാൻ ആർക്കുമാവില്ലല്ലോ. പക്ഷേ നീ അവൾക്ക് നഷ്ടപ്പെട്ടാൽ പിന്നെ അവൾ ജീവിച്ചിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇനി ഒക്കെ നിന്റെ ഇഷ്ടം. അമ്മേ, ദേ അമ്മയുടെ മീനുക്കുട്ടിയെ വിളിക്കുന്നത്. എണീറ്റേ. എണീക്കാൻ. പെട്ടെന്നൊരു കല്യാണം എന്നൊക്കെ കേട്ടപ്പോ അപ്പോഴത്തെ ഒരു ഷോക്കിന് ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്ന് വെച്ച് ഇങ്ങനെ മുഖം കറുപ്പിക്കണോ? ഇനി പറ, എപ്പോഴാ എന്റെ കല്യാണം? എന്താ അമ്മേ, അമ്മയ്ക്ക് എന്നെ ഇപ്പോഴും വിശ്വാസമായില്ലേ? കല്യാണത്തിന് ഞാൻ റെഡിയാ അമ്മേ. വസുന്ധരാദേവി ചൂണ്ടിക്കാണിക്കുന്ന ആരെ വേണേലും ഞാൻ കല്യാണം കഴിക്കാം. എന്താ പോരെ? എന്താ അമ്മേ ഒന്നും മിണ്ടാത്തെ? അമ്മയുടെ നിറവിൽ തൊട്ട് നീ സത്യം ചെയ്യും. ഇനി വാക്ക് മാറ്റില്ലെന്ന്. എന്താ ചെയ്യില്ലേ? സത്യം. അമ്മ പറയുന്ന ആരെ വേണമെങ്കിലും വിവാഹം കഴിക്കാൻ ഞാൻ ഒരുക്കാണ്. ഇപ്പൊ സന്തോഷമായോ? ഇതും കൊണ്ട് അങ്ങോട്ട് ചെല്ലേ. ആന്റി പ്ലീസ്, ആന്റി ഒന്ന് കൊണ്ടുപോയി കൊടുക്കോ? നന്നായി. സിബിച്ച സമ്മതിക്കെങ്കിൽ ഞാൻ ഇപ്പോഴും റെഡിയാ. നിന്ന് താളം തുള്ളാതെ കൊണ്ട് കൊടുക്കുന്നുണ്ടോ? ചെല്ലങ്ങോട്ട്. എനിക്ക് വയ്യ. ആരെങ്കിലും കാണാൻ വരുന്നു വെച്ച് ഒരുങ്ങി കെട്ടി താലം പിടിച്ച് എന്തൊരു ബോർ ഏർപ്പാടാ. എന്തായാലും ഈ സമയത്ത് ആ ചെക്കൻ വന്ന് അവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് എത്ര നേരായി? ഞാൻ പറഞ്ഞിട്ട് കേക്കണ്ടേ ചായ? താലവും പിടിച്ച് പോകാൻ വയ്യെന്ന്. മോളെ, അപ്പച്ചനെ നീ നാണം കെടുത്തരുത്. ഈ കുന്തനാടൊന്നും വേണ്ട. മോള് വാ, അതൊക്കെ നിങ്ങൾ കൊണ്ടുവന്നാ മതി. വാ അപ്പച്ചന്റെ കൂടെ. ഒന്ന് പറഞ്ഞാൽ രണ്ടിന് തല്ലിപ്പിരിഞ്ഞു പോണ സ്വഭാവം പണ്ടേ കുഞ്ഞുട്ടിച്ചായനുള്ളതാണ്. ഇപ്പൊ മോനെ കെട്ടിക്കാറായിട്ടും അതിന് കുറവൊന്നുമില്ലല്ലോ. ഇതാണ് പൂവന്തോട്ടത്തെ ടോണി ജോസഫ്. ശരിക്കും കണ്ടോ? തന്നോട് കൂടിയാ പറഞ്ഞേ. അല്ല, നിങ്ങൾ രണ്ടുപേരും എഴുന്നേറ്റ്. നമ്മുടെ റോഡ് തീർന്നു. ഇനി ഇവരെ തനിയെ വിടണം. പലതും മിണ്ടാനോ പറയാനുണ്ടെങ്കിലോ. ചെമ്മാടിത്തരം കാണിക്കും. തനിക്കെന്താ ഇവിടെ കാര്യം? കാര്യത്തിന് ഇവിടെ കാര്യമില്ലേ?
താനെന്തിനാ ഇവിടെ നിൽക്കുന്നേ? മീനുക്കുട്ടിയുടെ ചെക്കനെ ഒന്ന് കാണാൻ. ഓടോ. ഉം. എടോ ഓ ഇങ്ങ വന്നേ. ഉം. എന്നിട്ട് താൻ ചെക്കനെ കണ്ടോ? കുറച്ച് കണ്ടു. എങ്ങനെയുണ്ട്, കൊള്ളാമോ? മീനുകുട്ടിക്ക് ഏരുവന്ന പ്രായം ലേശം കൂടി പോയില്ലേ എന്നൊരു സംശയം. ഇതിവിടെ പറഞ്ഞത് പോട്ടെ, അവിടെ ചെവിയിലെത്തി കല്യാണം എങ്ങാനും മുടങ്ങിയാൽ കൊത്തിയരിഞ്ഞ് പുഴയിലിടും ഞാൻ. ഓർത്തോ? ബാല, നീ എന്താ പെട്ടെന്ന് വരുന്ന വരുത്തിനൊരു കത്ത് പോലും ഇട്ടില്ലല്ലോ. അത് ശരി, ഞാൻ കത്തിച്ചിട്ട് വേണം അളിയന് മുങ്ങാനല്ലേ? കുറെ നാളായി എന്നിട്ട് വട്ടം കിടക്കാൻ തുടങ്ങിയിട്ട് രണ്ടിലൊന്ന് എനിക്ക് ഇപ്പൊ അറിയണം. ബാല, നീ വാ. വേണ്ട വേണ്ട വേണ്ട, സുഖിപ്പിക്കണ്ട. ഇതിനേക്കാൾ വലിയൊരു ഭാരം എന്റെ തലയിൽ അളിയൻ കയറ്റി വെച്ച് തന്നിട്ടുണ്ട്. ആദ്യം അതൊന്നും ഇറക്കിത്താ. ആ അബ്ദുള്ളയുടെ കൈയും കാലും പിടിച്ചു വാങ്ങിച്ച പണോ അത് എന്റെ കയ്യിൽ നിന്ന് എണ്ണി വാങ്ങാൻ നേരത്തെ അളിയൻ എന്താ പറഞ്ഞത്? അങ്ങയുടെ മച്ചമ്പി ഗൾഫിൽ നിന്ന് വന്നാലുടൻ തിരിച്ചു തരാമെന്ന്. ചേച്ചിയും കേട്ടതല്ലേ? അതിനവൻ ഗൾഫിലൊന്നും പോയില്ലല്ലോ, ബോംബെ വരെ പോയതിലുള്ളൂ. ഓ, കണ്ടവന്റെ കാശ് കൊണ്ട് ബോംബെ കണ്ടല്ലോ. ഇപ്പൊ ചൊറിയും കുത്തി നാട്ടിലിരിപ്പുണ്ട്. അളിയൻ ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? മച്ചമ്പിയെ സഹായിക്കാൻ പോയതാ. ഇവിടെ ഒരു മച്ചമ്പി കിടന്ന് ചക്രശ്വാസം വലിക്കുന്ന അളിയൻ അറിയേണ്ട കാര്യമില്ലല്ലോ. തീരുമാനിച്ചുറപ്പിച്ചിട്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. രണ്ടിലൊന്നും അറിയാതെ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. എടാ, പണം കൊണ്ട് പോവടാ നീ. അരിഞ്ഞു കളയും തന്നെയാ. ഇങ്ങനെ ഗ്യാസ് ഇതുവരെ തീർന്നില്ലേ? അമ്മ, എന്താ ഇത്? ഇത് ബാലനാ. ബാലനോ? ആ, എന്നിട്ട് താടി മീശൊക്കെ ഉണ്ടല്ലോ. ആ, ഇത് നമ്മുടെ ബാലഗോപാലനാ. അത് നേരത്തെ പറയണ്ടേ നമ്മുടെ ബാലഗോപാലനാന്ന്. എന്നാ കുഴപ്പമില്ല. ദമയന്തി, കുഴഞ്ഞു, എല്ലാം കുഴഞ്ഞു. എന്താ? നീ എപ്പോ വന്നു? ഇപ്പൊ വന്നു. എന്തിനു വന്നു? പണം വാങ്ങാൻ. ഏത് പണം? അബ്ദുള്ളയുടെ പണം. ഏത് അബ്ദുള്ള? അളിയാ. ഇറങ്ങി പോടാ പുല്ലേ. എന്നെ വിളിച്ചു ഇപ്പോ മൂപ്പിനകത്ത്. അളിയനും പട്ടായോ ചേച്ചി? ആകെ വട്ടുപിടിച്ച് നടക്കുക. അതാ കണ്ടില്ലേ? അയ്യോ, അപ്പൊ എന്റെ പണം അളിയാ. അളിയന് മുഴുവൻ വട്ടാവുന്നതിന് മുമ്പ് എന്റെ പണം എനിക്കിങ്ങ് തിരിച്ചു തരണം. 2 ദിവസത്തിനകം പണം എത്തിച്ചോളാന്ന വാക്കിലാ അബ്ദുള്ള എന്നെ വിട്ടത്. ഇത്തവണെങ്കിലും കൊടുത്തില്ലെങ്കിൽ പിന്നെ എന്റെ ശവമേ അളിയൻ കാണൂ. ഓ, അതിനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടാവും തോന്നുന്നില്ല. അതിനു മുമ്പേ ആ കാലമാടന്മാരെ എന്നെ തട്ടി. ആര്? ദേ, പെങ്കൊച്ചു വന്നു. ദമയന്തി, എന്നെ ചോദിച്ചാ ഞാൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞേ. എന്തേ ഉണ്ണിത്താൻ ചേട്ടൻ? എനിക്കറിയാം, അകത്തേറെ ഒളിച്ചിരിക്കാവും. എന്താ പ്രശ്നം? ഈ കൊച്ചിന്റെ ഒന്നും അളിയൻ പണം കടം വാങ്ങിച്ചിട്ടുണ്ടോ? അതൊന്നുമില്ല. വേണ്ടാത്തവരെ കുറിച്ചെടുത്ത് തലയിൽ വെക്കും, എന്നിട്ട് കിടന്ന് നെട്ടോട്ടോടും. ആഹാ, ദേ എന്നിട്ട് കുരങ്ങ് കളിപ്പിച്ചാലുണ്ടല്ലോ. ഞാൻ വിളിച്ചിട്ട് എന്താ നിക്കാത്തത്? എല്ലാത്തിനും കാരണക്കാരൻ ഉണ്ണിത്താൻ ചേട്ടനല്ലേ? ഇനി എന്താ വേണ്ടെന്നേ തന്നെത്താനങ്ങ് തീരുമാനിച്ചാ മതി. 2 കല്യാണത്തിന് സമ്മതിച്ചാ 2 കൂട്ടരും ഒന്നാവൂ അത്രേ. 2 പേരുടെ ഇടയിൽ കിടന്നേ ഇപ്പൊ വീർപ്പുമുട്ടുന്ന ഞാനാ. എല്ലാം തുറന്നു പറയാൻ പോവാ ഞാൻ. എനിക്കൊന്നുമില്ല, ഉണ്ണിത്താൻ ചേട്ടൻ പറഞ്ഞിട്ടാ 2 കല്യാണത്തിന് സമ്മതിച്ചതെന്ന് ഞാൻ പറയും. അയ്യോ, ചതിക്കരുത്. എന്റെ കൈയും കാലും വെട്ടിയെടുക്കുന്നത് കാണണോ കൊച്ചിന്? ഞാൻ പിന്നെ എന്താ വേണ്ടത്? ഞാൻ ഒരു ബുദ്ധി പറഞ്ഞുതരാം. എന്താ? കൊച്ചു ബാംഗ്ലൂരിലേക്ക് മുങ്ങുക. അവിടെ ഒരു പഞ്ചാബിയായിട്ട് ലപ്പിലാണെന്ന് ഞാൻ പറഞ്ഞോളാം. 2 തല്ലു കിട്ടുമെന്നല്ലേ ഉള്ളൂ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. നല്ല ബുദ്ധി. ബുദ്ധി ശരിയായില്ലേ? ഇന്ന് ഒരു ദിവസം കൂടി ഞാൻ കാക്കും. ഇതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ പിന്നെന്താ വേണ്ടെന്ന് എനിക്കറിയാം. എന്റെ ദൈവമേ, കൊച്ചേ. അപ്പൊ അതാണ് സംഭവം അല്ലേ? അളിയന്റെ ടെൻഷൻ എനിക്ക് മനസ്സിലായി. ചേച്ചി എല്ലാ കഥകളും എന്നോട് പറഞ്ഞു. അളിയൻ ധൈര്യമായിരിക്കും, ഇത് ഞാൻ ഈസി ആയിട്ട് പരിഹരിച്ചു. അതെങ്ങനെ? സിമ്പിൾ അല്ലേ? 2 വീട്ടുകാരും അറിയാതെ 2 കല്യാണങ്ങളും മുടക്കുക. തീർന്നില്ലേ? പക്ഷെ അതിനു മുമ്പ് എനിക്ക് എന്റെ പണം തിരിച്ചു കിട്ടണം. പണം കിട്ടും. ഈ 2 കല്യാണങ്ങൾ മുടക്കി തന്നാൽ 50,000 അല്ല 5 ലക്ഷം രൂപ തരും. ഞാനല്ല, അവള്. എവള്? ഇപ്പൊ ഇറങ്ങിപ്പോയവള്. ഉറപ്പാണല്ലോ? ഉറപ്പ്. എന്നാ കേട്ടോ, അമ്മ വീട്ടുകാർ കണ്ടുവച്ച ചെറുക്കന്റെ വീട്ടിൽ പോയി അച്ഛൻ വീട്ടുകാർ കല്യാണം ഉറപ്പിച്ച വിവരം പറയും. അച്ഛൻ വീട്ടുകാർ കണ്ടുവച്ച ചെറുക്കന്റെ വീട്ടിൽ പോയി അമ്മ വീട്ടുകാർ കല്യാണം ഉറപ്പിച്ച വിവരം പറയും. പിന്നെ ഇങ്ങനെ ഒരു പുലിവാലി കല്യാണത്തിന് ആരെങ്കിലും തയ്യാറാവോ? ഇനി 2 പാർട്ടികളുടെ സ്ഥലവും വീട്ടു വരുമെന്ന് പറഞ്ഞേ. കൊച്ചുപാലം ചുങ്കത്തറ വീട്ടിൽ ഭാഗീരഥി പിള്ള, കൊച്ചുകുളങ്ങര പൂവൻ തോട്ടത്തിൽ കുഞ്ഞുട്ടി പറയില്ല. കൊച്ചുപാലം ചുങ്കത്തറ, കൊച്ചുകുളങ്ങര പൂവൻ തോട്ടം. മതി, ഓക്കെ. ഇനി 1 മണിക്കൂറിന് കാശ് റെഡിയാക്കി വെക്കാം. ആ പെണ്ണിനോട് പറ. എവരിത്തിങ് ഓക്കെ. ഓക്കെ ചേച്ചി. ആള് കൊള്ളാമല്ലോ. ഈ ബുദ്ധി എന്തുകൊണ്ട് എനിക്ക് നേരത്തെ തോന്നിയില്ല? തോന്നൂലല്ലോ. അതുകൊണ്ടല്ലേ അവൻ BA കാരനും നിങ്ങളെ 8ാം ക്ലാസ്സുകാരനും ആയത്. എന്താടി? അതും പറഞ്ഞവൻ അവിടെ ചെന്ന അവരെങ്ങാനും പിടിച്ചു വെച്ച് പെണ്ണിന്റെ വീട്ടിൽ അരച്ച് കുഴപ്പാവില്ലേ? നിങ്ങൾ അളിയനാണെന്ന് കൂടെ അറിഞ്ഞാ പിന്നെ തല പോകുന്ന കാര്യം ഉറപ്പാ. എന്റെ അമ്മേ, ശരിയാണല്ലോ. ഇത് നേരത്തെ പറയാത്ത എന്താടി പുല്ലേ? പാല പോണ്ട, പാല പോണ്ട. കൊച്ചുപാലം ശവമല്ലല്ലോ. അല്ല, ശവം കയറ്റാനല്ലല്ലോ. അവിടെ ശവം പൊങ്ങിന്ന് കേട്ടു. താൻ പേടിക്കണ്ട, അവിടെ പൊങ്ങിയത് എന്റെ ശവം തന്നെയാണ്.
വണ്ടി വിടറോ ശവമേ. ബാല നിർത്ത്, നിർത്താൻ, നിർത്ത്. എന്താ സാറേ? ആ വണ്ടിയുടെ പുറകെ വിടും വേഗം. അല്ല, അതിന്റെ പുറകെ വിട്ടിട്ട് കാര്യമില്ല. എന്താ അതിന് വേറെ ആളായി. ആളായെന്നോ? അതെ സാറേ, ഞങ്ങളുടെ സ്റ്റാൻഡിലെ ഡ്രൈവർ ശശാങ്കന്റെ കക്ഷിയാ അത്. അവർ തമ്മിൽ വലിയ പ്രേമത്തിലല്ലേ? സത്യമാണോ താനീ പറയുന്നത്? പിന്നല്ലാതെ. അവളുടെ കഴുത്തിലൊരു മാല കിടപ്പുണ്ട്, അത് അവൻ സമ്മാനിച്ചതാ. ഏതോ വലിയ വീട്ടിലെ കൊച്ചാ. സാറിന് അവളുടെ വീടറിയോ? സാർ അവിടെ ചെന്ന് സംഭവം ഒന്ന് കലക്കിയിരുന്നെങ്കിൽ ശശാങ്കന്റെ എല്ലൊടിഞ്ഞ് ആശുപത്രി കിടക്കുന്നത് എനിക്കൊന്ന് കാണാമായിരുന്നു. അതെ, താനൊന്ന് ഇറങ്ങി വന്നോ. വരാം. എന്താ സാർ, എന്താ കാര്യം? തന്റെ പേരെന്താന്നാ പറഞ്ഞത്? പേര് ഉദയപാനു എന്നാ. വലിയ അടുപ്പമുള്ള ഒരു പാനു എന്ന് വിളിക്കും. വലിയ വീട്ടിലെ പെമ്പിളരെ കുറിച്ച് അനാവശ്യം പറയുന്നോടാ റാസ്കൽ. ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് കാലം തെളിയിക്കും. ഒറ്റ തൊഴി വെച്ചത്. കേളം, കേളമുണ്ട്. ഇതിനേക്കാളും നല്ലത് ശവം കേട്ടുന്നതാ. നിന്നെ തന്നെ ശവാക്കി ആ, തന്റെ ശവം. പല വേണ്ട, പോവണ്ട, കുഴപ്പമാവും. അതെ, കുഴപ്പമാവും. അതറിയാമായിരുന്നിട്ടും അളിയൻ എന്തിനാ എന്നെ ഇതിലോട്ട് പിടിച്ചിട്ടത്? ദേ, പറയുമ്പോ എല്ലാം പറയണം. അവൾക്ക് ഇങ്ങനെ ഒരു പ്രേമം ഉണ്ടെന്നുള്ള ഒരു കാര്യം അളിയൻ എന്തിനാ ഒളിച്ചു വെച്ചത്? പ്രേമോ? അവൾക്കോ? ആരോട്? അപ്പൊ അളിയൻ അറിയില്ലല്ലേ? അളിയാൻ നമ്മുടെ പണി കുറഞ്ഞു. അവൾക്കൊരു ടാക്സിക്കാരനുമായിട്ട് പ്രേമം ഉണ്ടെന്ന്. കല്യാണം പൊളിക്കാൻ വേറെ എന്തോ വേണം. അവളുടെ കഴുത്തി കിടക്കുന്ന മാല അവൻ കൊടുത്താണെന്ന് തെളിവായിട്ട് അതും പോയി പറയാം. എന്നാ പോയി പറ. നിന്റെ ആസ്തി 56 ഒരു പൊളിച്ചടുക്കും. നടന്ന എന്താണെന്ന് അവൾ എന്നോട് പറഞ്ഞു. അവളുടെ ഒരു മാല അവന്റെ കാറിനുള്ളിൽ കളഞ്ഞുപോയി. ആ മാലയാ അവൻ എടുത്തു കൊടുത്തത്. അവൾ ഇത്തിരി പഞ്ചാര വാക്ക് പറഞ്ഞപ്പോ പ്രേമമാണെന്ന് അവൻ ധരിച്ചു കാണും. അവനൊരു രോഗിയാണ്. രോഗിയോ? ആ, ഞരമ്പ് രോഗി. ആ കൊസ്രാ കൊള്ളിക്കിട്ട് 2 പേട കൊടുത്താൽ അതും തീരും. അത് ശരി. ആ. അപ്പൊ അങ്ങനെ ഒരു സംഭവം ആ. നടന്നിട്ടുണ്ട്. ഇതൊരു നല്ല തുറുപ്പാണല്ലോ അളിയ. ഏ? അവളുടെ കല്യാണം മുടക്കാൻ പറ്റിയ ആൾ ഇവൻ തന്നെയാ. അതെങ്ങനെ? അതിനുള്ള പദ്ധതി എന്റെ പോക്കറ്റിലുണ്ട്.